നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയ്യാർ. ആദ്യം പ്രധാന വാർത്തകൾ. വായനശാലകളുടെ ആധുനികവൽക്കരണവും ഡിജിറ്റലൈസേഷനും ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിലെ 12 വായനശാലകൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. കമ്പ്യൂട്ടറുകളുടെയും പ്രിന്ററുകളുടെയും വിതരണ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ 96 ദേശങ്ങൾ അടങ്ങുന്ന കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 21 ദിവസം നീണ്ടുനിൽക്കുന്ന പൂരാഘോഷങ്ങൾക്ക് തുടക്കമായി. കൂനത്തറ കവളപ്പാറ വെളിച്ചപ്പാട് വന്ന് കൽപ്പന കൊടുത്തതോടെയാണ് ആര്യങ്കാവ് പൂരത്തിന് തുടക്കമായത്. നെടുങ്കോട്ടൂർ ദേശക്കുതിര കണ്ടത്തിലെ ആഘോഷ പരിപാടികൾക്കും തുടക്കമായി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി കായൽപുരയ്ക്കൽ വീട്ടിൽ മോഹനന്റെ മകൻ 32 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11:30 സംഭവം. ഷൊർണൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കാസർഗോഡ് സ്വദേശി പുരയിടത്തിൽ റാഷിദ് അഷറഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 9.320 ഗ്രാം MDMAയും ഷൊർണൂർ പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരിയിൽ പുതിയതായി നിർമ്മിക്കുന്ന കോടതി സമുച്ചയത്തിന്റെ ആർക്കിടെക്ചർ പ്ലാൻ അന്തിമഘട്ടത്തിലേക്ക്. 5 നിലകളിലായി 68,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിട നിർമ്മാണം. കോടതി സമുച്ചയത്തിന്റെ ആർക്കിടെക്ചർ പ്ലാൻ സംബന്ധിച്ച് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി.